കേസ് അന്വേഷണം സുതാര്യവും സ്വതന്ത്രവുമാകണമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തെറ്റായ മാതൃകയിലൂടെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ സർക്കാർ അംഗീകരിക്കില്ലെന്നും മന്ത്രി. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തുന്നതിൽ പ്രതിപക്ഷത്തിന് ആശയദാരിദ്ര്യം നേരിടുന്നതായി കേന്ദ്ര പ്രവാസികാര്യ വകുപ്പ് മന്ത്രി വയലാർ രവി. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയം തടസ്സമാകരുതെന്നും മന്ത്രി. സംസ്ഥാനത്തെ പ്രധാന ചെക്ക് പോസ്റ്റുകളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു. വകുപ്പിന്റെ സൽപ്പേര് വീണ്ടെടുക്കണമെന്നും മന്ത്രി. ജില്ലാ കോൺഗ്രസിലെ പഠനപ്പിണക്കങ്ങൾക്ക് താൽക്കാലിക വിരാമം. ജില്ലാ കോൺഗ്രസ് നേതൃയോഗം ഡിസിസി ഓഫീസിൽ നടന്നു. യോഗത്തിൽ ഐ വിഭാഗവും പങ്കെടുത്തു. സ്ത്രീയുടെ ആത്മാവിഷ്കാരങ്ങൾക്ക് വിലക്കുകൾ തീർക്കാനാണ് മതവും ഭരണകൂടങ്ങളും ശ്രമിക്കുന്നതെന്ന് സാഹിത്യകാരി സാറ ജോസഫ്. ആത്മപ്രകാശനത്തിന് ഒട്ടേറെ കടമ്പകളും അസ്വാതന്ത്ര്യവുമാണ് സ്ത്രീകൾക്ക് മുന്നിലുള്ളതെന്നും സാറ ജോസഫ്. ഞാൻ സിജി ജോസ്. വാർത്തകൾ വിശദമായി. കേസ് അന്വേഷണം സുതാര്യവും സ്വതന്ത്രവുമാകണമെന്നും സ്വാധീനത്തിന് മുന്നിൽ പോലീസ് മുട്ടുമടക്കരുതെന്നും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സമാപന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേസ് അന്വേഷണത്തെ സ്വാധീനിക്കാൻ വരുന്ന ഏതുന്നതർക്കു മുന്നിലും പോലീസ് മംഗളം പാടരുത്. അന്വേഷണ റിപ്പോർട്ട് മാറ്റിയെഴുതുന്നതല്ല പോലീസ് നടപടി. കേസ് അന്വേഷണത്തിന് വരുന്നവരുടെ സ്വാധീനത്തിൽ മുട്ടുമടക്കിയാൽ പോലീസിന്റെ വിശ്വാസ്യത പിന്നെ ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കേരള പോലീസിനെ ഇടിച്ചു താഴ്ത്താൻ ആർക്കും കഴിയില്ല. LDFന്റെ സെക്രട്ടേറിയറ്റ് സമരത്തെ നേരിടുന്നതിൽ പോലീസ് വിജയിക്കുമോ എന്ന സംശയം സർക്കാരിനുണ്ടായിരുന്നു. തെറ്റായ മാതൃകയിലൂടെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ സർക്കാർ അംഗീകരിക്കില്ല. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ 4 പോലീസ് സ്റ്റേഷനുകൾ തൃശൂർ ജില്ലയിൽ ആരംഭിക്കും. 11,000 പോലീസുകാരും ഇതിനനുസരിച്ച് SIമാരും സേനയിൽ ആവശ്യമാണ്. പോലീസ് സേനയിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തും. പോലീസ് സേനയ്ക്കായി 403 പുതിയ വാഹനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചതായും 1600 പോലീസുകാരെ ഉടൻ നിയമിക്കുന്നതിനുള്ള നടപടി തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MA അബ്ദുൾ റഹീം അധ്യക്ഷനായിരുന്നു. MLAമാരായ തേറമ്പിൽ രാമകൃഷ്ണൻ, PA മാധവൻ, IG S ഗോപിനാഥ്, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി K മണികണ്ഠൻ നായർ, കേരള പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി GR അജിത്, ഗിരിജ വല്ലഭൻ, ജോസ് പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് TCV. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തുന്നതിൽ പ്രതിപക്ഷത്തിന് ആശയദാരിദ്ര്യം നേരിടുന്നതായി കേന്ദ്ര പ്രവാസികാര്യ വകുപ്പ് മന്ത്രി വയലാർ രവി പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ ഭരണം നടത്താനാകുന്നത് സർക്കാരിന്റെ നേട്ടമാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിനിടെ പ്രകോപനപരമോ സംഘർഷമോ ഉണ്ടാകാതിരുന്നത് സമരം നടത്തിയവരുടെ മാത്രം നേട്ടമല്ല, മറിച്ച് പോലീസിന്റെ പങ്കും ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഭക്ഷ്യസുരക്ഷാ ബിൽ രാജ്യത്തെ സംബന്ധിച്ച് ഏറെ മഹത്തായ നിയമമാണ്. ഇത്തരം കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയം തടസ്സമാകരുത്. രാഷ്ട്രീയ ചേരിതിരിവ് പ്രകടമാക്കാതെ ഭക്ഷ്യസുരക്ഷാ ബിൽ അടക്കമുള്ള കേന്ദ്ര പദ്ധതികൾ ആവിഷ്കരിക്കാൻ സംസ്ഥാനത്തിന് കഴിയണമെന്നും വയലാർ രവി പറഞ്ഞു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് VO ജോസഫ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA, ഇന്റലിജൻസ് ADGP TP സെൻകുമാർ, അസോസിയേഷൻ ഭാരവാഹികളായ G ഗോപകുമാർ, EJ ക്ലീറ്റസ്, K ശ്രീകുമാർ, PD ഉണ്ണി, I മണികണ്ഠൻ നായർ എന്നിവർ പങ്കെടുത്തു. ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് കാതലായ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭങ്ങൾ നടത്താൻ എടുത്തുകൊണ്ട് ഈ പ്രതിപക്ഷക്കാർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഉന്നയിക്കാനുള്ള വിഷയങ്ങൾ ഇല്ല എന്നുള്ളത്. പ്രതിപക്ഷങ്ങൾക്ക് സമരത്തിലുള്ള ആശയദാരിദ്ര്യം ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ഉമ്മൻചാണ്ടിയുടെ നയിക്കുന്ന ഗവൺമെന്റിന്റെ ഭരണം ജനങ്ങൾ ഗുണം ചെയ്യുന്ന 5 മേജർ ചെക്ക് പോസ്റ്റുകളിലും മൈനർ ചെക്ക് പോസ്റ്റുകളിലും CCTV സിസ്റ്റം സ്ഥാപിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി K ബാബു പറഞ്ഞു. തൃശൂരിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. എക്സൈസ് വകുപ്പിന്റെ സൽപ്പേര് വീണ്ടെടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു. എക്സൈസ് അക്കാദമിയിൽ 1 കോടി രൂപ മുതൽ മുടക്കിൽ കിച്ചൺ ബ്ലോക്കും ലൈബ്രറി ബ്ലോക്കും നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 92 സിവിൽ എക്സൈസ് ഓഫീസർമാരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ജില്ലാ കോൺഗ്രസ് നേതൃയോഗം DCC ഓഫീസിൽ നടന്നു. പാർട്ടിയിലെ പഠനപ്പിണക്കങ്ങൾക്ക് താൽക്കാലിക വിരാമമിട്ട് I വിഭാഗം യോഗത്തിൽ പങ്കെടുത്തു. ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി ശൂരനാട് രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു.
സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ, MLA-മാരായ അഡ്വക്കേറ്റ് തേർമിൽ രാമകൃഷ്ണൻ, MP വിൻസെന്റ്, PA മാധവൻ, DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V ബാലറാം, സെക്രട്ടറി MR രാമദാസ്, മുൻ മന്ത്രി KP വിശ്വനാഥൻ, DCC സെക്രട്ടറി ജോസ് വള്ളൂർ, ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ദുൾ സലാം, DCC ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, പോഷക സംഘടനാ പ്രസിഡന്റുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ദീർഘനാളായി ജില്ലയിലെ ഗ്രൂപ്പ് പോരിനെ തുടർന്ന് I വിഭാഗം DCC ഓഫീസ് ബഹിഷ്കരണം നടത്തിവരികയായിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ശൂരനാട് രാജശേഖരനും പിന്നീട് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും മന്ത്രി CN ബാലകൃഷ്ണനുമായി I വിഭാഗം നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് I ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. ജില്ലയിലെ ഗ്രൂപ്പ് വഴക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകവുമെല്ലാം നിലവിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഗ്രൂപ്പ് വഴക്കുകൾ മറന്നു നേരിടാനുള്ള മുന്നൊരുക്കം കൂടിയായിരുന്നു നേതൃയോഗം. സ്ത്രീയുടെ ആത്മാവിഷ്കാരങ്ങൾക്ക് വിലക്കുകൾ തീർക്കാനാണ് മതവും ഭരണകൂടങ്ങളും ശ്രമിക്കുന്നതെന്ന് സാഹിത്യകാരി സാറ ജോസഫ് പറഞ്ഞു. സ്ത്രീ സമൂഹം സർഗചേതന എന്ന വിഷയങ്ങളെ ആസ്പദമാക്കി വനിതാ കലാസാഹിതി തൃശൂരിൽ സംഘടിപ്പിച്ച സർഗ സ്വാതന്ത്ര്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സ്ത്രീകളുടെ രചനാ സ്വാതന്ത്ര്യം ഏറെ വിലപ്പെട്ടതാണ്. എന്നാൽ ആത്മപ്രകാശനത്തിന് ഒട്ടേറെ കടമ്പകളും അസ്വാതന്ത്ര്യവുമാണ് സ്ത്രീകൾക്ക് മുന്നിലുള്ളത്. കുടുംബ വ്യവസ്ഥിതിയും മതവും ഭരണകൂടങ്ങളും പലപ്പോഴും സ്ത്രീകൾക്കെതിരായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. മതസാമുദായിക ശക്തികൾ മൂല്യങ്ങളെ നിർമ്മിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും തങ്ങളുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ്. അതിനാൽ കുടുംബത്തിന്റെ ജനാധിപത്യവൽക്കരണം പലപ്പോഴും സാധ്യമാകാതെ പോവുകയാണെന്നും സാറ ജോസഫ് പറഞ്ഞു. ലളിത ലെനിൻ, പാർവതി പവനൻ, EM സതീശൻ, ലിസി, ഡോക്ടർ വത്സലൻ വാതുശ്ശേരി, TK രാമകൃഷ്ണൻ, സിസ്റ്റർ ജെസ്മി, അഡ്വക്കേറ്റ് KD ഉഷ എന്നിവർ പങ്കെടുത്തു. തൃശൂർ പുഴയ്ക്കൽപ്പാടത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 22 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് വൈകിട്ട് 7:45 നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. പരിക്കേറ്റ 9 പേരെ വെസ്റ്റ്ഫോർട്ട് ഹൈടെക് ആശുപത്രിയിലും 6 പേരെ അമല ആശുപത്രിയിലും 6 പേരെ അശ്വിനി ആശുപത്രിയിലും 3 പേരെ തൃശൂർ ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ് ഹൈടെക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ നിലയാണ് ഗുരുതരം. അപകടത്തിൽ പരിക്കേറ്റവരെ നാട്ടുകാരും ഹൈവേ പോലീസും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. മറിഞ്ഞ ബസ് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി അപകടസ്ഥലത്ത് നിന്ന് മാറ്റി. അപകടത്തെ തുടർന്ന് തൃശൂർ കുന്നംകുളം റൂട്ടിൽ 1 മണിക്കൂറോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഗുരുവായൂർ ആനത്താവളത്തിൽ മദപ്പാടിലായിരുന്ന ആന ഇടഞ്ഞ് 1 മണിക്കൂറോളം പരിഭ്രാന്തി പരത്തി. കൊമ്പൻ ശ്രീധരനാണ് ഇടഞ്ഞത്. ആനത്താവളത്തിലെ തെക്കുകിഴക്കേ മൂലയിൽ ബന്ധിച്ചിരുന്ന കൊമ്പൻ മുൻകാലിലെ ചങ്ങല പൊട്ടിച്ച് പാപ്പാന്മാർക്കും സന്ദർശകർക്കും നേരെ തിരിഞ്ഞു. മുന്നിലൂടെ പട്ടാവശിഷ്ടങ്ങൾ കൊണ്ടുപോകുന്ന വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തപ്പോഴാണ് ചങ്ങല പൊട്ടിയത്. തുടർന്ന് ആന മാലിന്യം നീക്കാനെത്തിയ ലോറി കുത്തിമറിച്ചിടാൻ ശ്രമിച്ചു. ഡ്രൈവർമാർ ചേർന്ന് ലോറി നീക്കിയതോടെ ആന ദേഷ്യം ശമിക്കാതെ പിൻവശത്തുള്ള പൂമരത്തിൽ കുത്തി. ഇതേ തുടർന്ന് പൂമരത്തിന്റെ വലിയ കൊമ്പ് ഒടിഞ്ഞു വീണു. ഈ സമയം സന്ദർശകരെ നിയന്ത്രിച്ചു. 1 മണിക്കൂറിന് ശേഷം പാപ്പന്മാർ ചേർന്ന് വടം ഉപയോഗിച്ച് ആനയെ തളച്ചു. എന്നാൽ രാത്രിയോടെ ആന വീണ്ടും ഇടഞ്ഞു. ഇതേ തുടർന്ന് ആനയുടെ തുമ്പിക്കൈ വടത്തിന്റെ കുരുക്കിനുള്ളിൽപ്പെട്ടു. രാത്രി വൈകിയും ആനയെ തളയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. പിൻകാലിലെ ചങ്ങല ബന്ധിപ്പിച്ചിട്ടുള്ളതിനാൽ ആനയ്ക്ക് കെട്ടുംതറയില്ലെന്ന് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. നാളെ രാവിലെ ആനയെ മയക്കുവെടി വെച്ചതിനു ശേഷമേ തുമ്പിക്കൈയുടെ കുരുക്ക് അഴിക്കാനാവുകയുള്ളൂ. ജില്ലയിൽ പലയിടങ്ങളിലായി വീട്ടുകവർച്ചയടക്കം നിരവധി മോഷണ കേസുകളിലെ പ്രതി പോലീസ് പിടിയിലായി. വല്ലച്ചിറ കാരമുക്ക് കുണ്ടായി വീട്ടിൽ സൈമണാണ് ചേർപ്പ് പോലീസിന്റെ പിടിയിലായത്. ചേർപ്പ് സെന്റ് ആന്റണീസ് സൗണ്ട് എന്ന സ്ഥാപനം നടത്തുന്ന ഇയാൾ ഏറെയും ബൈക്കിൽ സഞ്ചരിച്ചാണ് മോഷണം നടത്തിയിരുന്നത്. വടക്കാഞ്ചേരി, വിയൂർ, ചേലക്കര പോലീസ് സ്റ്റേഷൻ അതിർത്തികളിലായി 32ഓളം കവർച്ചകൾ ഇയാൾ നടത്തിയതായി പോലീസ് പറഞ്ഞു. ജില്ലയിലെ 10ഓളം പള്ളികളിൽ ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ട്. പള്ളികളിൽ ഇലക്ട്രീഷ്യനായി ജോലിക്കെത്തി ആസൂത്രിതമായാണ് ഇയാൾ മോഷണം നടത്താറുള്ളത്. ഒറ്റപ്പെട്ട വീടുകൾ കേന്ദ്രീകരിച്ചും ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ട്. 5 വർഷം മുൻപ് വിഷം കഴിച്ച് മരിച്ചതാണെന്ന് ലോക്കൽ പോലീസ് വിധിയെഴുതിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുകൈ സ്വദേശി മലയൻ വീട്ടിൽ സതീശനെ എറണാകുളം ക്രൈംബ്രാഞ്ച് CI VK രാജുവും സംഘവും അറസ്റ്റ് ചെയ്തു. സതീശന്റെ സുഹൃത്ത് മലയൻ വീട്ടിൽ അയ്യപ്പനാണ് അതിരപ്പിള്ളിക്കടുത്ത് കണ്ണംകുഴി നിരപ്പയിൽ വനത്തിൽ കൊല്ലപ്പെട്ടത്. 2 ആഴ്ച പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയ വെറ്റിലപ്പാറ പോലീസ് മരണം വിഷം കഴിച്ചാണെന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. എന്നാൽ അയ്യപ്പനെ സതീഷും മറ്റൊരു സുഹൃത്തായ പിള്ളപ്പാറ സ്വദേശി ശിവനും ചേർന്ന് മർദ്ദിച്ചവശനാക്കിയ ശേഷം
വായിൽ വിഷം ഒഴിക്കുകയായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. പ്രമാദമായ വരന്തരപ്പള്ളി റോസലി വധക്കേസിലെ പ്രതികളാണ് സതീഷും അയ്യപ്പനും. റോസലി വധക്കേസ് പുറത്തു പറയുമെന്ന ഭീഷണി മുഴക്കിയതാണ് അയ്യപ്പന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതിയെ കണ്ണംകുഴി നിരപ്പയിൽ വനമേഖലയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വടക്കേക്കാട് തൊഴിയൂരിൽ ബൈക്കിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. തൃശൂർ പൊന്നൂക്കര സ്വദേശി കൈതവളപ്പിൽ 54 വയസ്സുള്ള ശങ്കുണ്ണിയാണ് മരിച്ചത്. ഇന്ന് രാത്രി 8ഓടെയാണ് അപകടം. അഞ്ഞൂർ മുഖംമൂടി മുക്കിൽ ബസ് ഇറങ്ങി ഭാര്യ വീട്ടിലേക്ക് പോകുന്നതിനിടെ ഗുരുവായൂർ ഭാഗത്തു നിന്ന് വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇയാളെ തൊഴിയൂർ ലൈഫ് ഗാർഡ് പ്രവർത്തകർ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ ലൈൻ ട്രാഫിക് തെറ്റിച്ച 1500ഓളം വാഹനങ്ങൾ പിടികൂടിയതായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ച നടത്തിയ പരിശോധനയിൽ 3 ലക്ഷത്തോളം രൂപ പിഴ സംഖ്യയായി ലഭിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് കമ്മീഷണർ ഋഷിരാജ് സിംഗിന്റെ നിർദ്ദേശപ്രകാരമാണ് മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയത്. റീജിയണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ 3 സ്ക്വാഡുകളായിട്ടായിരുന്നു പരിശോധന. ദേശീയപാതയിൽ ലൈൻ ട്രാഫിക് തെറ്റിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരിൽ നിന്ന് ആദ്യഘട്ടത്തിൽ 500 രൂപയാണ് പിഴ ഈടാക്കുന്നത്. തുടർച്ചയായി ട്രാഫിക് നിയമലംഘനം നടത്തി പിടിക്കപ്പെട്ടാൽ ലൈസൻസ് റദ്ദാക്കും. ദേശീയപാതയിൽ ലൈൻ ട്രാഫിക് തെറ്റിച്ച് വാഹനം ഓടിക്കുന്നത് മൂലം ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവായതിനാൽ സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ആരംഭിച്ചത്. ദേശീയപാതയിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി മണ്ണുത്തി മുതൽ അങ്കമാലി വരെ 20ഓളം CCTV ക്യാമറകൾ സ്ഥാപിച്ചതായും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായി VM രാധാകൃഷ്ണനെയും സെക്രട്ടറിയായി KC അനിൽകുമാറിനെയും തെരഞ്ഞെടുത്തു. ലെനിൻ, ചന്ദ്രൻ, രഞ്ജിത് ബാലൻ, പോൾ മാത്യു എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. CB പ്രദീപ് കുമാർ, PV അയ്യപ്പൻ, സുമം മോഹൻദാസ്, J ഫിലിപ്പ് എന്നിവരെ നിർവാഹക സമിതി അംഗങ്ങളായും തെരഞ്ഞെടുത്തു. ഇനി തണലിലേക്ക്. ലിവർ സിറോസിസ് മൂലം ഏറെക്കാലമായി ദുരിതം നേരിടുന്ന മുരളിക്ക് കരളിൽ ക്യാൻസർ കൂടി ബാധിച്ചതോടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. മുരളിയുടെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുന്ന ഈ നിർധന കുടുംബം സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ്. മണലൂർ 3-ാം വാർഡിലെ പൊറ്റേക്കാട്ട് ശിവരാമന്റെ മകൻ മുരളി എന്ന 47-കാരന്റെ വീടാണിത്. ആശങ്കയുടെയും ആകുലതയുടെയും കാർമേഘങ്ങൾ പൊതിഞ്ഞു നിൽക്കുന്ന ഈ വീടിനുള്ളിൽ ഇപ്പോൾ വേദനയുടെയും സങ്കടത്തിന്റെയും പെരുമഴക്കാലമാണ്. കള്ളുഷാപ്പ് ജീവനക്കാരനായും റോഡ് കോൺട്രാക്ട് പണിക്കാരനായും ഒട്ടേറെ ജോലികൾ ഉപജീവനത്തിനായി മുരളി ചെയ്തിട്ടുണ്ട്. വലിയ നീക്കിയിരിപ്പോ സമ്പാദ്യമോ ഇല്ലായിരുന്നെങ്കിലും ഉള്ളതുകൊണ്ട് സംതൃപ്തമായി ജീവിച്ചു വന്നിരുന്ന ആ കുടുംബത്തിലേക്ക് 6 വർഷം മുമ്പ് വിധിയുടെ വെള്ളിടി വെട്ടിയത് ലിവർ സിറോസിസ് എന്ന അസുഖത്തിൻ്റെ രൂപത്തിലാണ്. അതിനുള്ള ചികിത്സയും മറ്റുമായി ഞെങ്ങി ഞെരുങ്ങി ജീവിച്ചു വരുന്നതിനിടയിലാണ് വിധിയുടെ മറ്റൊരു ക്രൂര വിനോദം പോലെ മുരളിക്ക് കരളിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തുന്നത്. പ്രായമായ അമ്മയും ഭാര്യ ഗീതയും 2 പെൺമക്കളുമാണ് മുരളിയെ കൂടാതെ ഈ വീട്ടിലുള്ളത്. മൂത്ത മകൾ അമിയ 6-ാം ക്ലാസ്സിലും ഇളയവളായ ആശ 2-ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഒരു കുറിക്കമ്പനിയിൽ ജോലിക്ക് പോകുന്ന ഗീതയുടെ തുച്ഛമായ വരുമാനമാണ് ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഏക അത്താണി. അമൃത ഹോസ്പിറ്റലിൽ ഇപ്പോഴും ചികിത്സ തുടരുന്നു. ഇനി മറ്റൊന്നും ചെയ്യാനില്ല, കരൾ മാറ്റിവെച്ചേ മതിയാവൂ എന്നാണ് ആശുപത്രി അധികൃതർ ഇവരോട് പറഞ്ഞിരിക്കുന്നത്. കരൾ മാറ്റിവെക്കാൻ കടമ്പകളേറെയാണ്. ആദ്യമായി കരൾ ദാനം ചെയ്യാൻ ഒരാൾ തയ്യാറാവണം എന്നതുതന്നെയാണ് അതിൽ പ്രധാനം. ഭർത്താവിന് തൻ്റെ കരൾ പങ്കുവയ്ക്കാൻ ഗീത തയ്യാറാണ്. പക്ഷേ ഗീതയുടെ കരൾ മുരളിയുടെ ശരീരം സ്വീകരിക്കുമോ എന്നറിയാൻ ഒരു ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. ഈ ടെസ്റ്റിന് 75,000 രൂപയാണ് ചെലവ്. അത്രയും പണം കയ്യിലില്ലാത്തതിനാൽ ആ ടെസ്റ്റ് നടത്താൻ പോലും ഈ നിർധന കുടുംബത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മുരളിയുടെ ദയനീയമായ അവസ്ഥ കണ്ടറിഞ്ഞ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VN സുർജിത്ത് ചെയർമാനും NRS ബാബു കൺവീനറും PC സുധീർ ട്രഷററുമായി ഒരു ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്.
സഹായങ്ങൾ എത്തിക്കാൻ ജില്ലാ സഹകരണ ബാങ്ക് അന്തിക്കാട് ബ്രാഞ്ചിൽ 800 00 362 88 44 എന്ന നമ്പറിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഇടവേള. വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കഞ്ചാവുമായി ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരുമനയൂർ മുത്തമ്മാവ് പെരുമ്പിള്ളിപ്പറമ്പ് കോളനിയിൽ തെക്കൻ വീട്ടിൽ മൻസൂറിനെയാണ് CI KG സുരേഷിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ASI MK ഷാജി, അഡീഷണൽ SI VI സഗീർ, സീനിയർ CPOമാരായ ഉണ്ണികൃഷ്ണൻ, K സാജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബസ് സ്റ്റാൻഡിനടുത്ത് വച്ചാണ് കഞ്ചാവുമായി ഇയാളെ പോലീസ് പിടികൂടിയത്. 2010-ലും ഇയാളെ കഞ്ചാവുമായി പിടികൂടിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. 2013 മെയ് 5-ന് ഒരുമനയൂരിൽ വീട് കയറി യുവതിയെ ആക്രമിച്ച സംഭവത്തിൽ ഇയാൾക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു. മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ അവലോകനത്തിനായി ചീഫ് സെക്രട്ടറി EK ഭരത് ഭൂഷന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം കൊടുങ്ങല്ലൂർ സന്ദർശിച്ചു. KKTM ഗവൺമെന്റ് കോളേജിൽ മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന റിസർച്ച് സെന്റർ, പദ്ധതിയിൽ ഉൾപ്പെട്ട ചേരമാൻ ജുമാ മസ്ജിദ്, കോട്ടപ്പുറം കോട്ട, കോട്ടപ്പുറം ചന്ത തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം പദ്ധതിയുടെ പ്രവർത്തനവും പുരോഗതിയും വിലയിരുത്തി. മുസ്ലിസ് പദ്ധതിയുടെ പൂർത്തീകരണത്തിന് സാങ്കേതികത്വവും സാമ്പത്തികവും തടസ്സമാകില്ലെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു. TN പ്രതാപൻ MLA, ടൂറിസം സെക്രട്ടറി സുമൻ ഡില്ല, ഡയറക്ടർ ഹരികിഷോർ, ജില്ലാ കളക്ടർ MS ജയ, മുസ്ലിസ് പൈതൃക പദ്ധതി സ്പെഷ്യൽ ഓഫീസർ KS ഷൈൻ തുടങ്ങിയവർ ചീഫ് സെക്രട്ടറിയോടൊപ്പം ഉണ്ടായിരുന്നു. കൊറ്റനല്ലൂരിൽ മധ്യവയസ്കനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊറ്റനല്ലൂർ ആലയിൽ 56 വയസ്സുള്ള നന്ദകുമാറാണ് മരിച്ചത്. ഇന്നലെ രാത്രി മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് വീടിന് സമീപത്തെ പറമ്പിലുള്ള കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. എരുമപ്പെട്ടി കടങ്ങോട് തെക്കുമുറിയിൽ അനധികൃതമായി വൻതോതിൽ സൂക്ഷിച്ചിരുന്ന കള്ള് വടക്കാഞ്ചേരി എക്സൈസ് സംഘം പിടികൂടി. തെക്കുമുറി പാടശേഖരത്തിന് സമീപം ഒഴിഞ്ഞ പറമ്പിലുള്ള കളപ്പുരയിൽ സൂക്ഷിച്ചിരുന്ന 1500 ലിറ്ററോളം കള്ളാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ AK നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. 64 കന്നാസുകളിലായാണ് കള്ള് സൂക്ഷിച്ചിരുന്നത്. ഇതിൽ ഉപയോഗശൂന്യമായ കള്ളുമുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു. മേഖലയിലെ കള്ളുഷാപ്പുകളിലേക്ക് ഓണത്തിന് വിതരണം ചെയ്യാനാണ് കള്ള് വൻതോതിൽ സൂക്ഷിച്ചിരുന്നതെന്ന് കരുതുന്നു. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് എക്സൈസ് സംഘം റെയ്ഡ് നടത്തിയത്. വടക്കാഞ്ചേരി എക്സൈസ് CI P ബാബു, SI മാരായ Y ഷിബു, VN ഗോപിദാസ്, ASI മാരായ KH അബ്ദുൽ കരീം, KA ഫൈസൽ, പ്രിവന്റീവ് ഓഫീസർമാരായ CC വിൻസൻ, തോമസ് ദേവസി, CUമാരായ CP പ്രഭാകരൻ, PK സുധീരൻ എന്നിവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു. വിശദമായ പരിശോധനയ്ക്കായി കള്ള് നിറച്ച കന്നാസുകൾ വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസിലേക്ക് മാറ്റി. രാമവർമ്മപുരം പോലീസ് അക്കാദമി IG സുരേഷ് രാജ് പുരോഹിതിനെ സ്ഥലം മാറ്റി. കണ്ണൂർ IGയാണ് സ്ഥലം മാറ്റിയത്. സുരേഷ് രാജ് പുരോഹിത് ട്രെയിനിംഗ് IG-ആയി സ്ഥാനമേറ്റ ശേഷം നടത്തിയ പരിഷ്കാര നടപടികൾ പോലീസ് അക്കാദമിയിലെ ഒരു വിഭാഗം പോലീസുകാർക്കിടയിൽ അതൃപ്തി ഉളവാക്കിയിരുന്നു. ഇതിനു പുറമെ അക്കാദമിയിലെ സപ്ലൈകോയിൽ നിന്ന് പൊതുജനങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നതിന് നിയന്ത്രണം കൊണ്ടുവന്നതും വിമർശനത്തിനിടയാക്കിയിരുന്നു. കാടിന്റെ കാണാ കാഴ്ചകളിലേക്ക് മൂന്നാം കണ്ണ് തുറന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ രാധിക രാമസ്വാമി തൃശൂരിലെത്തി. വനിതാ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറിൽ ശ്രദ്ധേയയാണ് രാധിക രാമസ്വാമി. തേനിയിൽ ജനിച്ച് ഡൽഹിയിൽ താമസമാക്കിയ രാധിക രാമസ്വാമി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ആദ്യ വനിതാ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ലോകത്തിലെ 10 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളുമാണ് രാധിക രാമസ്വാമി. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന ഇവർ ഫോട്ടോഗ്രാഫിയിലുള്ള കമ്പം കൈവിട്ടിരുന്നില്ല. പിന്നീട് ഇവർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിയുകയായിരുന്നു. എന്നാൽ രാധിക രാമസ്വാമിയുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രവേശനത്തിന് കേരളവുമായി വിട്ടുപിരിയാനാവാത്ത ബന്ധമുണ്ട്. ആദ്യമായി തട്ടേക്കാട് വനത്തിലാണ് കേരളത്തിൽ രാധിക രാമസ്വാമി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫ് എന്ന നിലവാരത്തിലേക്കുള്ള ആദ്യ ക്ലിക്ക് എടുത്തത്. വന്യജീവികൾ നിറഞ്ഞ കൊടും കാടുകളിലെ സഞ്ചാരം ഒരു വനിത ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. എന്നാൽ രാധിക രാമസ്വാമിയുടെ സ്നാപ്പുകൾ ആ സാഹസികതയ്ക്ക് അപ്പുറവുമാണ്. എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും ഒരു കഥ പറയാനുണ്ടാകും. അതായിരിക്കും ഇവരുടെ ഫോട്ടോകൾ. സൂക്ഷ്മതയും അർപ്പണവുമാണ് എല്ലാ ഫോട്ടോകളിലും നിറഞ്ഞു നിൽക്കുന്നത്. ഇരയെ കൊക്കിനുള്ളിലാക്കുന്നതിനും ഇരയെ പിടിക്കുന്നതിനുമിടയിലുള്ള ഹൃദയമിടിപ്പിനേക്കാൾ വേഗതയിലുള്ള സ്നാപ്പ്, വെള്ളത്തിൽ നിന്നും ഇരയുമായി പൊന്തിവരുന്ന പക്ഷി, കുടുംബസമേതമുള്ള കരിവീരക്കൂട്ടം, പുലി, സിംഹം,
വേനൽ ചൂടിൽ വരണ്ടുണങ്ങിയ പുഴയിലൂടെ ഇരയെയും പ്രതീക്ഷിച്ചു നീങ്ങുന്ന സിംഹം, മുതലകൾ എന്നിവയെല്ലാം ഇവരുടെ ഫോട്ടോ ശേഖരത്തിന്റെ കലവറയെ സമ്പന്നമാക്കുന്നു. പക്ഷികളുടെ ഫോട്ടോ എടുക്കുന്നതിലാണ് രാധിക രാമസ്വാമി സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത്. കൂടാതെ പുതുതലമുറയിലെ ഫോട്ടോഗ്രാഫർമാരെയും രാധിക രാമസ്വാമി പരിശീലിപ്പിക്കുന്നുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ ഇതിനിടയിൽ ഇവരെ തേടിയെത്തി. രാധിക രാമസ്വാമി രചിച്ച ബേർഡ്സ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന പുസ്തകം ഇന്നും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു വഴികാട്ടിയാണ്. നഗരങ്ങളുടെ മായാ സൗന്ദര്യത്തിനേക്കാളും കാടിന്റെ നേർക്കാഴ്ചയെ ഇഷ്ടപ്പെടുന്നു ഈ വനിതാ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. TCV ന്യൂസ്, തൃശൂർ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാളെ ജില്ലയിലെ 2 പരിപാടികളിൽ പങ്കെടുക്കും. വൈകിട്ട് 4-ന് പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. തുടർന്ന് വൈകിട്ട് 5-ന് കേച്ചേരിയിൽ കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി ഫാർമസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്യും. സോളാർ കേസുമായി മുഖ്യമന്ത്രിക്കെതിരെ DYFI LDF പ്രവർത്തകർ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്തുമെന്നതിനാൽ കനത്ത സുരക്ഷയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ പോലീസ് ഒരുക്കിയിട്ടുള്ളത്. KPCC ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് V. ബാലറാമിന് തൃശൂരിൽ സ്വീകരണം നൽകി. UDF ജില്ലാ കൺവീനറും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ MP ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് I വിഭാഗത്തിനു വേണ്ടി MLA സ്ഥാനവും DCC അധ്യക്ഷ സ്ഥാനവും രാജിവെച്ച അഡ്വക്കേറ്റ് V. ബാലറാമിനോട് മാന്യമായ രീതി കാണിച്ചില്ല. കോൺഗ്രസിനകത്തെ ചിലരുടെ മാന്യതയില്ലാത്ത പ്രവർത്തനമാണ് ബാലറാമിന് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം കിട്ടാൻ വൈകിയതെന്നും ഭാസ്കരൻ നായർ പറഞ്ഞു. പ്രവാസി റിട്ടേണിംഗ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സജി പോൾ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ബാലറാമിന് പ്രവർത്തകർ പൊന്നാടയണിയിച്ചു. കൌൺസിലർമാരായ പുല്ലാട്ട് സരളാദേവി, വൈദേഹി, സ്മിനി ഷാജോ, ബിജോയ് ബാബു, DCC വൈസ് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി, DCC സെക്രട്ടറിമാരായ ജോസഫ് ചാലിശ്ശേരി, വിൻസെന്റ് കാട്ടുകാരൻ, ജോസ് വള്ളൂർ, AS വേലായുധൻ, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ത്രേസ്യ ഡയസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവാസി റിട്ടേണിംഗ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെയും തേക്കിൻകാട് കോൺഗ്രസ് I കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. ഇരിങ്ങാലക്കുട വെട്ടിക്കര നനദുർഗ നവഗ്രഹ ക്ഷേത്രത്തിലെ ദേവീ ശില്പങ്ങളുടെയും സുവർണ സോപാനത്തിന്റെയും സമർപ്പണം നടന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ പ്രവാസിയായ ശാന്ത B. മേനോൻ സമർപ്പണം നിർവഹിച്ചു. തുടർന്ന് സംഗീത സംവിധായകൻ M. ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ സംഗീത സന്ധ്യയും അരങ്ങേറി. സുദീപ് കുമാർ, എറണാകുളം ചിത്ര, സന്നിധാനന്ദൻ തുടങ്ങിയവർ ഭക്തിഗാനങ്ങൾ ആലപിച്ചു. എറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമായി ജില്ലാ കളക്ടർ MS ജയ അഴീക്കോട് സന്ദർശിച്ചു. അഴിമുഖത്തോട് ചേർന്നുള്ള ബോട്ട് ചാലിലെ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലായിരുന്നു കളക്ടറുടെ സന്ദർശനം. അഴിമുഖം കേന്ദ്രീകരിച്ചുള്ള മണൽ വാരലിനെക്കുറിച്ചും കളക്ടർ വിശദാംശങ്ങൾ ശേഖരിച്ചു. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷനും കളക്ടർ സന്ദർശിച്ചു. തഹസിൽദാർ TM ജോൺസൺ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു. ഇതിനിടെ ജനപ്രതിനിധികളെ അറിയിക്കാതെയാണ് കളക്ടർ സന്ദർശനം നടത്തിയതെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. കളക്ടറുടെ സന്ദർശനത്തെക്കുറിച്ച് അറിഞ്ഞില്ലെന്ന് എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് EV രമേശൻ പറഞ്ഞു. വാഴ്ത്തപ്പെട്ട എവുപ്രാസിമ്മ വിശുദ്ധ പദവിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഈ വിശുദ്ധ ജീവിതത്തിന്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന കത്തുകളുടെ കയ്യെഴുത്ത് പ്രതികൾ പുസ്തക രൂപത്തിൽ പ്രകാശിതമാവുകയാണ്. വാഴ്ത്തപ്പെട്ട എവുപ്രാസിമ്മയുടെ തിരുനാൾ ഒല്ലൂർ പനംകുറ്റിച്ചിറ സെന്റ് മേരീസ് കോൺവെന്റ് കപ്പേളയിൽ ആഘോഷിക്കുന്നതിന് മുന്നോടിയായാണ് പുസ്തകം പ്രകാശിതമാകുന്നത്. എവുപ്രാസിമ്മ അന്നത്തെ ബിഷപ്പ് മാർ ജോൺ മാനച്ചേരിക്ക് എഴുതിയ കത്തുകളുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് പുസ്തകരൂപത്തിൽ പുറത്തിറക്കുന്നത്. സിനഡിൽ പങ്കെടുക്കാനെത്തുന്ന ആത്മീയ പിതാക്കന്മാർക്ക് സ്വീകരണമൊരുക്കുന്ന ചടങ്ങിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. എവുപ്രാസിമ്മയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള വൈസ് പോസ്റ്റുലേറ്റർ സിസ്റ്റർ ക്ലിയോപാട്രയാണ് പുസ്തകത്തിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. എവുപ്രാസിമ്മയുടെ 79 കത്തുകൾ, പ്രാർത്ഥനകൾ, ആത്മീയ ഡയറിക്കുറിപ്പുകൾ എന്നിവയെല്ലാമാണ് പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മെത്രാനച്ചനെ ആധ്യാത്മിക ഗുരുവായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അന്നത്തെ തൃശ്ശൂർ മെത്രാൻ, അതായത് മാനാച്ചേരി, ജോൺ മാനാച്ചേരി. അപ്പോൾ അദ്ദേഹം അതിനുള്ള സൂക്ഷിച്ചു വെച്ചിട്ടില്ല. പക്ഷെ മാനാച്ചേരി പിതാവ്
ഈ എഴുത്തുകളുടെ വില മനസ്സിലാക്കിയത് കൊണ്ട് അരമനയിലെ എഴുത്തുകൾ മുഴുവൻ സൂക്ഷിച്ചു. എല്ലാ എഴുത്തുണ്ടോ എന്നറിയില്ല, നമുക്കൊരു 79 എഴുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്മയുടെ എഴുത്ത് സ്പിരിച്വൽ ലൈഫിലെ അമ്മ വിശുദ്ധയാകുന്നുള്ള നടപടികൾ ആദ്യം ഉണ്ടായിരുന്നു എന്ന് പിതാവിന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് എഴുത്തുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. നേരത്തെ മലയാളത്തിൽ എവുപ്രേസ്യമയുടെ ലിഖിതങ്ങൾ എന്ന പേരിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പൊതുജനങ്ങൾക്കായി പുസ്തകം പ്രകാശിതമാകുന്നത് ഇപ്പോൾ മാത്രമാണ്. തൃശൂർ മെത്രാനായിരുന്ന മാർ ജോൺ മേനാച്ചേരിയുടെ ശേഖരത്തിൽ നിന്നും കണ്ടെടുത്ത കത്തുകൾ ബിഷപ്പ് ഹൗസിൽ നിന്നും ലഭ്യമാക്കി എവുപ്രേസ്യമയുടെ കൈപ്പടയിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ബ്ലസ്ഡ് എവുപ്രേസ്യ എന്ന പേരിൽ ഇംഗ്ലീഷ് പതിപ്പ് കൂടി പുറത്തിറങ്ങുന്നതോടെ വാഴ്ത്തപ്പെട്ട എവുപ്രേസ്യമയുടെ ജീവിത ദർശനങ്ങൾ ലോകത്തിന് കൂടുതൽ വെളിവാകുമെന്നാണ് എവുപ്രേസ്യമയുടെ പുണ്യജീവിതം കൊണ്ട് സുഹൃതം ചെയ്ത ഒല്ലൂർ സെന്റ് മേരീസ് കോൺവെന്റിലെ സന്യാസിനി സമൂഹത്തിന്റെ പ്രതീക്ഷ. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിൽ ആരംഭിച്ച അഡ്വക്കേറ്റ് JV അക്ര സ്മാരക ചൈൽഡ് ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് TK പൊറിഞ്ചു അധ്യക്ഷനായിരുന്നു. പുതിയതായി സജ്ജീകരിച്ച മെഡിക്കൽ ഉപകരണങ്ങളുടെ ഉദ്ഘാടനം CN ബാലകൃഷ്ണനും പീഡിയാട്രിക് വാർഡിന്റെ ഉദ്ഘാടനം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ലിസി സെബാസ്റ്റ്യനും നിർവഹിച്ചു. ആശുപത്രി വൈസ് പ്രസിഡന്റ് PB മൊയ്തു, ജില്ലാ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ VK ജയരാജൻ, ഡയറക്ടർ AP ജോസ്, ഡോക്ടർ ജോസ് സ്കറിയ, ആശുപത്രി സെക്രട്ടറി ഡെൽസൺ ഡേവിസ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ 2 പേരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ തമിഴ്നാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കന്യാകുമാരി അമ്മാണിവിളൈ സ്വദേശി ഗോപാലകൃഷ്ണനെയാണ് CI K സുദർശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 20-ന് തമിഴ്നാട് ചിദംബരം സ്വദേശികളായ മുരുകൻ, രവി എന്നിവരെയാണ് ഇയാൾ ചുറ്റിക കൊണ്ടടിച്ചത്. രവിയും മുരുകനും ചേർന്ന് ഗോപാലകൃഷ്ണന്റെ പോക്കറ്റിൽ നിന്ന് പണമെടുത്തതിനെ ചൊല്ലിയുണ്ടായ വാക്കേറ്റത്തിനിടയിലാണ് ചുറ്റിക കൊണ്ടടിച്ചത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ മുരുകൻ അബോധാവസ്ഥയിൽ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ രവിയുടെ മൊഴിപ്രകാരം വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. തൃശൂർ യാദവ മുരളി നൃത്തകലാക്ഷേത്രത്തിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗുരുപ്രണാമം സംഘടിപ്പിച്ചു. KT മുഹമ്മദ് സ്മാരക തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ കലാമണ്ഡലം ഗോപി ഗുരുപ്രണാമം ഉദ്ഘാടനം ചെയ്തു. കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ TM എബ്രഹാം അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം കവിത കൃഷ്ണകുമാർ, അനുപമ മോഹൻ, RLV ആനന്ദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. യാദവ മുരളി നൃത്തകലാക്ഷേത്രം ഡയറക്ടർ സൗമ്യ നായർ, പ്രോഗ്രാം കൺവീനർ TT ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാക്ഷേത്രം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തവും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേസ് അന്വേഷണം സുതാര്യവും സ്വതന്ത്രവുമാകണമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തെറ്റായ മാതൃകയിലൂടെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ സർക്കാർ അംഗീകരിക്കില്ലെന്നും മന്ത്രി. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തുന്നതിൽ പ്രതിപക്ഷത്തിന് ആശയദാരിദ്ര്യം നേരിടുന്നതായി കേന്ദ്ര പ്രവാസികാര്യ വകുപ്പ് മന്ത്രി വയലാർ രവി. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയം തടസ്സമാകരുതെന്നും മന്ത്രി. സംസ്ഥാനത്തെ പ്രധാന ചെക്ക് പോസ്റ്റുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി K ബാബു. വകുപ്പിന്റെ സൽപ്പേര് വീണ്ടെടുക്കണമെന്നും മന്ത്രി. ജില്ലാ കോൺഗ്രസിലെ പഠനപ്പിണക്കങ്ങൾക്ക് താൽക്കാലിക വിരാമം. ജില്ലാ കോൺഗ്രസ് നേതൃയോഗം DCC ഓഫീസിൽ നടന്നു. യോഗത്തിൽ I വിഭാഗവും പങ്കെടുത്തു. സ്ത്രീയുടെ ആത്മാവിഷ്കാരങ്ങൾക്ക് വിലക്കുകൾ തീർക്കാനാണ് മതവും ഭരണകൂടങ്ങളും ശ്രമിക്കുന്നതെന്ന് സാഹിത്യകാരി സാറ ജോസഫ്. ആത്മപ്രകാശനത്തിന് ഒട്ടേറെ കടമ്പകളും അസ്വാതന്ത്ര്യവുമാണ് സ്ത്രീകൾക്ക് മുന്നിലുള്ളതെന്നും സാറ ജോസഫ്. തൃശൂർ റൗണ്ട് പൂർണ്ണമാകുന്നു. ശുഭരാത്രി.